നമ്മുടെ ഗതാഗത മന്ത്രിയും അതുപോലെ തന്നെ പത്തനാപുരത്തുകാരുടെ പ്രിയപ്പെട്ട MLA KB ഗണേഷ് കുമാറിനെ വാളകത്തെ വീട്ടിൽ വെച്ചിട്ട് അവരുടെ ബെഡ്റൂമിൽ വെച്ചിട്ട് കാണാൻ പറ്റാത്ത സാഹചര്യത്തിൽ നമ്മുടെ ഗണേഷ് കുമാറിൻ്റെ ഭാര്യയായിട്ടുള്ള ബിന്ദു മേനോൻ കാണുകയാണ്. ആ സമയത്ത് ബിന്ദു മേനോൻ ഈ രംഗം ഫോട്ടോ എടുക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ മന്ത്രിയുടെ സ്റ്റാഫൊക്കെ വന്നിട്ട് ബിന്ദു മേനോനെ തടയുകയാണ്. ഈ കാര്യങ്ങൾ സംഭവിക്കുന്ന സമയത്ത് എന്തു ചെയ്യുന്നു? ബിന്ദു മേനോൻ 112 പോലീസ് സഹായത്തിന് വേണ്ടി കോൾ ചെയ്യുകയാണ്. അങ്ങനെ കോൾ ചെയ്തപ്പോൾ സഹായം ലഭിക്കുന്നില്ല. എന്നിട്ട് പിന്നീട് ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ വീണ വിജയൻ, മുഖ്യമന്ത്രിയുടെ മകളായിട്ടുള്ള വീണ വിജയനെ വിളിച്ച് അവർ പറയുന്നു, തെളിവുൾപ്പെടെ എൻ്റെ കയ്യിലുണ്ടെന്ന് പറയുന്നു. അതിനുശേഷം അവരവിടെ നിന്ന് രക്ഷപ്പെട്ടതിന് ശേഷം മീഡിയയിൽ വന്നിട്ട് ഈ കാര്യങ്ങളെല്ലാം ഇന്നലെ വെളിപ്പെടുത്തിയതിന് ശേഷം എന്ത് സംഭവിച്ചു? ഒന്നും സംഭവിച്ചില്ല. എന്തുകൊണ്ട് സംഭവിക്കുന്നില്ല? അപ്പോഴേക്കും കാര്യങ്ങളെല്ലാം പുറത്തായി. ഇതൊതുക്കി തീർക്കാൻ വേണ്ടിയിട്ട് ബാക്കിൽ കൂടെ പണികൾ ആരംഭിച്ചു കഴിഞ്ഞു. അങ്ങനെ ഇന്ന് നമ്മൾ കാണുന്നത് ഗണേഷ് കുമാർ വന്നിട്ട് ബിന്ദു മേനോൻ, ഭാര്യയായ ബിന്ദു മേനോനോട് മാപ്പ് പറയുകയാണ്. മാപ്പ് പറഞ്ഞതിന് ശേഷം നമ്മുടെ സ്പീക്കറായിട്ടുള്ള AN ഷംസീറൊക്കെ വന്നിട്ട് അത് കുടുംബ പ്രശ്നമാണെന്ന് പറയുന്നു. അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം വളരെ നല്ല രീതിയിൽ സോൾവായി പോകുന്നു. ഇതുകൊണ്ടൊക്കെ നമ്മൾ എന്ത് മനസ്സിലാക്കണം? മന്ത്രി ആയാൽ കുഴപ്പമില്ല, MLA ആയാൽ കുഴപ്പമില്ല, ഇതൊക്കെ ഭരണപക്ഷത്താവുമ്പം കുഴപ്പമില്ല. പ്രതിപക്ഷത്താണെന്നുണ്ടെങ്കിൽ അർദ്ധരാത്രിയിലും പോയിട്ട് ഏത് ഫ്ലാറ്റിലും പോയിട്ട് അവരെ അറസ്റ്റ് ചെയ്യാനുള്ള, ആ MLAനെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതകളുണ്ടാകും. പക്ഷേ ഇതൊരു മന്ത്രിയാണ്, സ്വന്തം ഭാര്യയോടാണ് ചെയ്തിട്ടുള്ളത് ഈ കാര്യങ്ങളൊക്കെ. ഭാര്യ എന്ന് പറഞ്ഞാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ മുൻപേ അറിയുന്ന ഒരു വ്യക്തിയായിരുന്നു. വീണ്ടും കാണുകയാണ്. സഹിക്കാൻ പറ്റാതായിട്ടാണ് ഇങ്ങനെയൊക്കെ പറയേണ്ടി വരുന്നത്. അങ്ങനെ ഇത്തരം രീതിയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനെ പറ്റിയിട്ട് എന്ത് പറയാനുണ്ട് ഇടതുപക്ഷത്തിന്? ഒന്നും പറയാനില്ലേ? പല ആളുകളുണ്ടായിരുന്നു, റിനിയാൻ ജോർജ്, പിന്നെ ഹണി ഭാസ്കർ, ലക്ഷ്മി പത്മ, പ്രേംകുമാർ, പിന്നെ പിരായിരി, പിന്നെ എണ്ണിയാൽ ജയിക്കുമെന്ന് പറഞ്ഞ P സരിന്, ഇവരൊക്കെ ഉണ്ടായിരുന്നു പ്രതികരിക്കാൻ. ഇപ്പം ആരുമില്ല. മുഖ്യമന്ത്രി പോലും മിണ്ടുന്നില്ല അല്ലേ? എന്താണ് ഈ ഒരു അവസ്ഥ? എന്തുകൊണ്ടിങ്ങനെ വരുന്നു? അതായത് ഭരണമുണ്ടെങ്കിൽ എന്തും മൂടി വെക്കാം, മറച്ചു വെക്കാം എന്നുള്ള ഒരൊറ്റ കാര്യം കൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ ഇവർ ഈ രീതിയിൽ പരിഹരിക്കുന്നത്. മാപ്പ് പറഞ്ഞതുകൊണ്ട് തീരുമോ?